സാഭിമാനം സാഹിത്യനഗരം. എന്റെ കോഴിക്കോട്. എഴുത്തുകാരി KP സുധീര. ഞാൻ കോഴിക്കോട് ജനിച്ചതുകൊണ്ട് അഭിമാനിക്കുന്ന ഒരാളാണ്. കോഴിക്കോട് ഇന്ത്യയുടെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ചല്ലോ. അതില് ഏറെ കൃതാർത്ഥതയും അഭിമാനവും ഉള്ള ഒരാളാണ് ഞാൻ. അച്ഛനും എഴുത്തുകാരനായിരുന്നു. അച്ഛനൊരു ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു കോഴിക്കോട്, റാണി ബുക്ക് സ്റ്റാൾ എന്ന് പറഞ്ഞിട്ട്. ബുക്ക് സ്റ്റാളിലെ എഴുത്തുകാരൊക്കെ വന്നിരിക്കുമായിരുന്നു. സൗന്ദര്യത്തെ സത്യത്തോട് അടുപ്പിക്കുന്ന ധാരാളം സാഹിത്യകാരന്മാരും ആസ്വാദകരും വായനക്കാരും താമസിക്കുന്ന ഇടമാണല്ലോ കോഴിക്കോട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാർത്ഥമില്ലാത്ത ഒരു ആഹ്ലാനുഭൂതിയാണ് സാഹിത്യ നഗരത്തിൽ താമസിക്കുന്ന ഞങ്ങളൊക്കെ ഇപ്പൊ അനുഭവിക്കുന്നത്. കോഴിക്കോട് എന്ന് പറഞ്ഞ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഗുജറാത്തിയും ബുദ്ധമതക്കാരും എല്ലാവരും കൈകോർത്ത് ജീവിക്കുന്ന നാടാണല്ലോ കോഴിക്കോട്. പിന്നെ വലിയൊരു പ്രാധാന്യം വേറെ ഉണ്ടല്ലോ. വാസ്കോ ഡി ഗാമ കപ്പലിറങ്ങി സാമൂതിരി രാജാവിന് മുഖം കാണിച്ച സംഭവങ്ങൾക്ക് ശേഷം കോഴിക്കോട് കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും സംസ്കാര സമന്വയ ഭൂമിയായി മാറിയിട്ടുണ്ടല്ലോ. നഗരവൽക്കരണങ്ങളുടെ, പരിഷ്കാരത്തിന്റെ, ഭാഷകളുടെ ഒക്കെ സങ്കര ഭൂമിയാണ് കോഴിക്കോട്. പിന്നെ പല എഴുത്തുകാരും വന്നാൽ തിരിച്ചു പോകുന്നില്ല. MT പോലുള്ളവർ, റൂബ്, അതുപോലുള്ള വലിയ വലിയ എഴുത്തുകാരൊക്കെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പോവില്ല. ഇവിടെ തന്നെ അവർ താമസിക്കുകയും ഇവിടുന്ന് സാഹിത്യകൃതികൾ രചിക്കുകയും ചെയ്യാറുണ്ട്. കോഴിക്കോട് ശരിക്കും സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും വളക്കൂറുള്ള മണ്ണാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോഴിക്കോട്ടുകാരിയായ ഒരു എഴുത്തുകാരിയായിട്ട് നിലനിൽക്കുന്നതിന് വളരെ സന്തോഷമുണ്ട്. ഇവിടെ ഒരുപാട് വലിയ മനുഷ്യന്മാര് ജീവിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജീവിച്ച KP കേശവമേനോനും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹബും മൊയ്ദ് മൗലവിയും CH മുഹമ്മദ് കോയയും അങ്ങനെ പലരും മലബാറിലെ മഹത്വമുള്ള മനുഷ്യരായാണ് അറിയപ്പെടുന്നത്. രാഷ്ട്രീയത്തിലും കലയിലും സംസ്കാരത്തിലും മുന്തി നിന്ന കുറേ മനുഷ്യന്മാര്. സംഗീതം, നാടകം, സിനിമ, സാഹിത്യം ഇവ കോഴിക്കോട്ടുകാർക്ക് ജീവനാണ്. അതേപോലെ നമുക്ക് വലിയ അഭിമാനമുള്ള കാര്യം 2 ജ്ഞാനപീഠ ജേതാക്കൾ കോഴിക്കോട് ജീവിച്ചവരാണ്, SKയും MTയും. അപ്പൊ ഈ 2 അക്ഷരങ്ങള് ലോകമെമ്പാടും അറിയപ്പെടുന്ന പേരാണ്. ഇവര് നാടിന്റെ അഭിമാന ഭാജനങ്ങളാണ്. അപ്പൊ ഈ എഴുത്തുകാരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. അതുപോലെ നാടകത്തിന്റെ റിഹേഴ്സലൊക്കെ ഞങ്ങള് ഔട്ട് ഹൗസിൽ വെച്ച് നടത്തുമായിരുന്നു. അങ്ങനെ സാഹിത്യവും കലയുമായിട്ടുള്ളൊരു ബന്ധം ഞങ്ങൾക്ക് എന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആര് വന്നെത്തിയാലും ഹൃദയാലുക്കളായ കോഴിക്കോട്ടുകാരുടെ സ്നേഹവും സൽക്കാരവും അവരുടെ ഹൃദയങ്ങളെ കീഴടക്കും അല്ലെ. അവര് ഞങ്ങളുടെ ആത്മാവിന്റെ ഊഷ്മാവിൽ ജീവിതത്തിന്റെ നറുമണം ആസ്വദിക്കുന്നവരാണ്. അപ്പൊ സത്യത്തിന്റെ ഉൾക്കാഴ്ച അറിഞ്ഞ് പിന്നെ ജീവിക്കുന്ന കോഴിക്കോട്ടുകാര് സാമുദായിക വൈരുദ്ധ്യങ്ങൾക്കും ജാതി വൈചിത്ര്യങ്ങൾക്കും അപ്പുറം മാനവന്റെ ഭാഷ അറിഞ്ഞവരാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കോഴിക്കോട് ജീവിക്കാനും സാഹിത്യരചന നടത്താനും സാധിച്ചതിൽ അതിയായ കൃതാർത്ഥതയും അഭിമാനവുമുണ്ട്. സാഭിമാനം സാഹിത്യനഗരം. സാഭിമാനം സാഹിത്യനഗരം ഇനി തിങ്കളാഴ്ച രാവിലെ 7:10.